സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കാൻ സാധ്യത. ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കും. IT പാർക്കുകളിലെ മദ്യശാലകളും പരിഗണനയിലുണ്ട്. സാമ്പത്തിക നേട്ടം, വിനോദസഞ്ചാര മേഖലകളിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുക എന്നിവ മുന്നിൽ കണ്ടാണ് പുതിയ മദ്യനയം സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. IT പാർക്കുകളിലെ മദ്യശാലകൾക്ക് മുൻഗണന നൽകുന്നതാണ് പുതിയ മദ്യനയത്തിന്റെ പ്രത്യേകത. ഇതിനായുള്ള ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. തത്വത്തിൽ ഇടതുമുന്നണിയും IT പാർക്കുകളിലെ മദ്യശാലകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാനാണ് പുതിയ മദ്യനയത്തിന്റെ തീരുമാനം. ബാർ ഹോട്ടലുകളുടെ ലൈസൻസ് ഫീസ് 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ വർദ്ധിപ്പിക്കും. അതേസമയം ഡ്രൈ ഡേ പഴയപടി തുടരും. കള്ളുഷാപ്പുകളുടെ ലേല നടപടികൾ ഓൺലൈനാക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നിലവിൽ ലേലം ചെയ്യുന്ന മാതൃകയിൽ മാറ്റം വരുത്തും. ഒപ്പം കള്ളുഷാപ്പുകളുടെ ക്ലാസിഫിക്കേഷനും പുതിയ മദ്യനയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കള്ളുഷാപ്പുകളിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നതിന് വേണ്ടി ABC എന്നിങ്ങനെ തരംതിരിച്ചായിരിക്കും ലൈസൻസ് നൽകുക. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പുതിയ പദ്ധതിയെക്കുറിച്ചും ഇടതു സർക്കാർ ആലോചിക്കുന്നത്. ഇടതുമുന്നണിയിൽ നേരത്തെ പുതിയ മദ്യനയം ചർച്ച ചെയ്തിരുന്നു. പുതിയ മദ്യനയത്തിന് ഇടതുമുന്നണി അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. പുതിയ മദ്യനയം മന്ത്രിസഭാ യോഗം അംഗീകരിച്ചാൽ ഉടൻ നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.